നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. കവചകുണ്ഡലങ്ങൾ യാചിക്കുന്ന അവസ്ഥയിലേക്ക് ഇന്ദ്രൻ എത്തിച്ചേർന്നു. ഇത് ഇന്ദ്രന് അകീർത്തിയായി തീരും. എനിക്ക് കീർത്തിയും ഇന്ദ്രന് അകീർത്തിയും ഉണ്ടാകും. രണ്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ശ്രേയസ്കരമാണല്ലോ. ഇന്ദ്രനേക്കാൾ ഉപരിയാണ് എന്റെ സ്ഥാനം. താൻ തന്റെ ധർമ്മനിശ്ചയത്തില് ഉറച്ചു നിൽക്കുന്നു. ഞാൻ ആഗ്രഹിക്കുന്നത് കീർത്തിയാണ്. കർണൻ ദാനിയാണെന്നുള്ള കീർത്തി. പ്രണോമി കീർത്തിം ലോകേഹി ജീവിതേനാപി ഭാനുമൻ. അല്ലയോ പ്രകാശം ചൊരിയുന്നവനായ സൂര്യഭഗവാനെ, ഞാൻ ഈ ലോകത്തില് എന്റെ ജീവിതത്തെക്കാളും ഇഷ്ടപ്പെടുന്നത് കീർത്തിയാണ് എന്ന് അറിഞ്ഞുകൊള്ളണം. കീർത്തിമാനശ്നുതേ സ്വർഗം. അങ്ങനെ കീർത്തിമാനായി തീർന്നാൽ ഉണ്ടാകുന്ന ഗുണം എന്താണ്? സ്വർഗം ലഭിക്കും. അങ്ങനെ കീർത്തിമാനായി ശാശ്വതമായി സ്വർഗത്തില് എത്തിച്ചേരുക, ഇതാണ് എന്റെ ലക്ഷ്യം. ഹീനകീർത്തിസ്തു നശ്യതി. കീർത്തിയില്ലാത്തവന്റെ അവസ്ഥ എന്താ? അവൻ നശിച്ചു പോകും. അവന് സ്വർഗത്തില് ഒരിക്കലും പ്രവേശം ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ കീർത്തിമാനായി തീരുന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അഭിലഷണീയമായിട്ടുള്ളത്. അതുകൊണ്ടല്ലയോ ഭഗവാനെ, ഞാൻ അങ്ങയുടെ വാക്കിന്, അങ്ങയുടെ ഉപദേശത്തിന് വിപരീതമായി പ്രവർത്തിക്കാൻ തന്നെ തീരുമാനമെടുത്തിരിക്കുന്നു. അതുകൊണ്ട് അങ്ങയെ ധിക്കരിച്ചു എന്ന് വെച്ച് എന്നോട് കോപിക്കരുത്. യഥാർത്ഥത്തിൽ ഇത് അങ്ങയോടുള്ള ധിക്കാരമല്ല, എന്റെ ആ കീർത്തിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതായ ദൃഢനിശ്ചയമാണ്. സോഹം ശരീരജേതത്വ കീർത്തിം പ്രാപ്സ്യാമി ശാശ്വതീം. എന്റെ ഈ ശരീരത്തോടൊപ്പം ഉണ്ടായതായ കവചകുണ്ഡലങ്ങളെ ഈ ഞാൻ, കീർത്തിമാനായ ഞാൻ ദാനം ചെയ്യും. അങ്ങനെ ദാനം ചെയ്തിട്ട് ശാശ്വതമായ, ഒരിക്കലും നശിക്കാത്തതായ, ലോകമുള്ളിടത്തോളം കാലം നിലനിൽക്കുന്നതായ കീർത്തിയെ ഞാൻ നേടും. അതോടൊപ്പം തന്നെ ആരൊക്കെയാണോ എന്തൊക്കെയാണോ എന്നോടൊന്ന് ചോദിക്കുന്നത്, അവർക്കെല്ലാം വിധിപ്രകാരം വേണ്ടുന്നത് ഞാൻ ദാനം ചെയ്യും. ഈ ദാനത്തിൽ കൂടിയാണ് ഞാൻ കീർത്തിയെ പ്രാപിക്കുന്നത്. ദത്വാച വിധിവദ്ദാനം ബ്രാഹ്മണേഭ്യോ യഥാവിധി. വിധിപ്രകാരം ബ്രാഹ്മണർക്ക് ഞാൻ ദാനം ചെയ്യും. അങ്ങനെ ഞാൻ ശാശ്വതമായിരിക്കുന്ന ആ സ്വർഗ അനുഭവത്തില് എത്തിച്ചേരും. അതോടൊപ്പം എന്തുകൂടി ചെയ്യും? ഈ ലോകം കണ്ടുള്ള വിലാളികളെ വെച്ച് മുമ്പനാണ് ഞാൻ. പടക്കളത്തിൽ ഇറങ്ങി ശത്രുക്കളെ വെല്ലുവിളിക്കും. കൃത്വാ ശരീരം സംഗ്രാമേ കൃത്വാ കർമ്മ സുദുഷ്കരം. യുദ്ധം ചെയ്യും. ഈ ലോകത്തില് ആർക്കും ചെയ്യാൻ കഴിയാത്ത പ്രകാരത്തിൽ പടക്കളത്തെ മുഴുവൻ ഇളക്കി മറിച്ചുകൊണ്ട് അത്ഭുതങ്ങൾ ദിവ്യാസ്ത്രങ്ങളാൽ പ്രവർത്തിപ്പിച്ചുകൊണ്ട് ഞാൻ യുദ്ധം ചെയ്യും. അങ്ങനെ ഈ ശരീരത്തെ പോലും വേണ്ടി വന്നു കഴിഞ്ഞാൽ കീർത്തിക്ക് വേണ്ടി സമർപ്പിക്കാൻ ഞാൻ തയ്യാറാവും. വിജിത്യജ പരാനാജൗ യശപ്രാപ്സ്യാമി കേവലം. ശത്രുക്കളായിട്ടുള്ളവരെല്ലാം പടക്കളത്തിൽ ജയിച്ചിട്ട്, എന്റെ യുദ്ധ നൈപുണ്യം കൊണ്ട് ജയിച്ചിട്ട് ഞാൻ അനശ്വരമായിട്ടുള്ള കീർത്തി നേടും. അങ്ങനെ ദാനധർമ്മം കൊണ്ടും യുദ്ധവീരം കൊണ്ടും ഈ രണ്ട് കാര്യത്തിലും എനിക്ക് തുല്യരായിട്ട് ആരും തന്നെ ഈ ജഗത്തിൽ ഇപ്പോൾ ഇല്ല. ഞാൻ ശാശ്വതമായ കീർത്തി നേടും.
അതുകൊണ്ട് അല്ലയോ ഭഗവാനെ, ഇന്ദ്രന് കവചകുണ്ടലങ്ങൾ ദാനം ചെയ്യരുത് എന്ന അങ്ങയുടെ ഈ ഉപദേശത്തെ ആദരപൂർവം എനിക്ക് തിരസ്കരിക്കേണ്ടി വരുന്നു. അങ്ങ് കോപിക്കരുത്. സ്വപ്നത്തില് കർണൻ സൂര്യനോട് പറയുന്ന വാക്യമാണിത്. ഉടൻ തന്നെ സൂര്യൻ കർണനോട് പറഞ്ഞു, മാഹിതം കർണകാർഷിസ്ത്വം ആത്മന സുഹൃദം തഥാ. അല്ലയോ കർണ, നീ നിനക്ക് ഹിതകരമല്ലാത്തതായ കർമ്മങ്ങൾ ചെയ്യരുത്. നിന്റെ ഹിതമാണ് ഞാൻ ഉപദേശിച്ചത്, നീ അതിന് വിപരീതമായി ചിന്തിക്കുന്നു. ഒരിക്കലും അങ്ങനെ നീ ചിന്തിക്കാൻ പാടില്ല, പ്രവർത്തിക്കാൻ പാടില്ല. ഇത് നിനക്ക് മാത്രമല്ല ഹിതത്തെ ഉളവാക്കുന്നത്, നിന്റെ പുത്രന്മാർക്ക് അഹിതമുളവാക്കും, നിന്റെ പത്നിക്ക് അഹിതമുളവാക്കും, നിന്റെ അമ്മയ്ക്ക് അഹിതമുളവാക്കും. അവർക്കെല്ലാം ഇത് ദുഃഖകാരണമായി തീരും. അതുകൊണ്ട് എന്റെ ഉപദേശത്തെ, എന്റെ വാക്കുകളെ നീ മനസ്സിലാക്കണം, ഉൾക്കൊള്ളണം, അംഗീകരിക്കണം. നീ നിന്റെ ജീവനെ സംരക്ഷിച്ചാലേ പറ്റൂ. അതിന് ഈ കവചകുണ്ടലങ്ങൾ നിന്നിൽ ഉണ്ടായിരുന്നാലേ പറ്റൂ. കവചകുണ്ടലങ്ങളെ ദാനം ചെയ്തു കഴിഞ്ഞാൽ അത് നിന്റെ ജീവിതത്തിന് വിപൽക്കരമായി മാറും. അങ്ങനെ മരണം പ്രാപിച്ചാൽ യശസ് ഉണ്ടാവുമോ? ആദിത്യൻ ചോദിക്കുകയാണ്. മരണം പ്രാപിച്ചാൽ അതുകൊണ്ട് യശസ്സൊന്നും ഉണ്ടാവില്ല. മരിച്ചയാളിന് തന്റെ യശസ്സിനെ കുറിച്ച് എന്താ അറിയാൻ കഴിയുക? ജീവിച്ചിരുന്നാൽ മാത്രമേ ആ യശസ്സിനെ കുറിച്ച് അറിയാനും അതിന്റെ സൗഖ്യത്തെ അനുഭവിക്കാനും പറ്റൂ. യശസ്സിന് പ്രാധാന്യം വരുന്നത് ജീവിച്ചിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളമാണ്. അതിനാൽ നീ ദീർഘായുസ്സായിരുന്ന് നിരന്തരം ധാർമ്മിക കർമ്മങ്ങൾ ചെയ്ത് യശസ്സിനെ നേടൂ. ലോകം നിന്നിൽ ചൊരിയുന്നതായ ആദരത്തെ നീ സ്വീകരിച്ച് സന്തോഷിക്കൂ. അതിനാൽ നീ കീർത്തിക്ക് വേണ്ടിയിട്ട് അപകടത്തെ സ്വയം ക്ഷണിച്ചു വരുത്തരുത്. എന്നിട്ട് തുടർന്ന് ആദിത്യൻ സംഭവിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് നേരിട്ട് പറഞ്ഞു കേൾപ്പിക്കാണ്. അല്ലയോ കർണ, നീ കവചകുണ്ടലങ്ങൾ ദാനം ചെയ്തു കഴിഞ്ഞാൽ നിന്നെ അപായപ്പെടുത്താൻ കരുത്തുള്ള ഒരാള്, ഒരു ശത്രു നിനക്കുണ്ടല്ലോ. ത്വം ഹി നിത്യം നരവ്യാഘ്ര സ്പർദ്ധസേ സവ്യസാചിന. നീ ദിവസവും ഒരു നിമിഷം പോലും വിടാതെ അർജുനനോട് വിരോധിക്കുന്നുണ്ടല്ലോ. അർജുനനെ വിരോധിക്കുന്നു, അർജുനനോട് മത്സരിക്കുന്നു. അർജുനനെ യുദ്ധത്തിന് നീ വെല്ലുവിളിച്ചും കഴിഞ്ഞു. ആദ്യമായി കാണുന്ന സന്ദർഭത്തിൽ വെല്ലുവിളിച്ചു, അഭ്യാസ കാഴ്ചയുടെ സന്ദർഭത്തിൽ അവിടെ വെച്ച് വെല്ലുവിളിച്ചു. അതിനെ തുടർന്ന് നിരന്തരം പാണ്ഡവന്മാരുമായി പല കാര്യങ്ങളിൽ ഇടപെടാനുള്ള അവസരങ്ങൾ നിനക്കുണ്ടായി. അപ്പോഴെല്ലാം നീ പാണ്ഡവന്മാരോട് നിന്റെ വിദ്വേഷം പ്രകടമാക്കിക്കൊണ്ട് അവരെ അപായപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. അതിനു വേണ്ടിയിട്ട് ദുര്യോധനനോട് വേണ്ടുന്ന ഉപദേശങ്ങളെല്ലാം കൊടുത്ത് ദുര്യോധനെയും കൊണ്ട് പ്രവർത്തിക്കുകയായിരുന്നു. അർജുനന്റെ മനസ്സിൽ ഇതെല്ലാം ഉണ്ടെന്ന് അറിഞ്ഞുകൊള്ളണം. നിന്റെ ഏറ്റവും വലിയ ശത്രു അർജുനനാണ്. നിന്നെ വെല്ലുവിളിക്കാനുള്ള ശേഷി അർജുനനുണ്ട്. അർജുനൻ പാശുപതം വരെ നേടിയിട്ടുള്ള വീരനാണ്. സാക്ഷാൽ മഹാദേവനെ തന്റെ യുദ്ധനൈപുണ്യം കൊണ്ട് സന്തോഷിപ്പിച്ച് അദ്ദേഹത്തിൽ നിന്നിട്ട് ദിവ്യാസ്ത്രങ്ങൾ നേടിയ ആളാണ്. ഇന്ദ്രൻ തന്നെ ദേവലോകത്തേക്ക് കൊണ്ടുപോയി ആയുധവിദ്യയെല്ലാം വളരെ വിപുലമായി പിന്നെ പഠിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അല്ലയോ കർണ, നീ ഈ അവസരത്തില് അർജുനന്റെ ആ കരുത്തിനെ മറന്നുപോകരുത്. സവ്യസാചി ത്വയാ ചേഹ യുധിശൂര സമേഷ്യതി. സവ്യസാചി ഉണ്ടല്ലോ, സാധാരണ വില്ലാളിയെ പോലല്ല അർജുനൻ. സാധാരണ വില്ലാളികള് ഇടത് കൈയിൽ വില്ല് പിടിച്ചിട്ട് വലത് കൈ കൊണ്ടേയും കുറെ ഏറെ നേരം ആകുമ്പോഴേക്കും അല്പം റെസ്റ്റ് കൈക്ക് കൊടുക്കേണ്ടി വരും.
അർജുനൻ അങ്ങനെ മാത്രമല്ല ചെയ്യുക, വലത് കൈ കൊണ്ട് മാത്രമല്ല അമ്പയ്യ, ഇടത് കൈ കൊണ്ടും അമ്പയ്യും. രണ്ട് കൈയും അർജുനൻ ഒരുപോലാണ്, വളരെ വേഗത്തിൽ. അതിനാൽ അർജുനന്റെ ഗാണ്ഡീവത്തിൽ നിന്നിട്ട് നിലയ്ക്കാതെ അമ്പുകൾ പാഞ്ഞു വരും. അതുകൊണ്ടാണ് അർജുനന് സവ്യസാചി എന്ന് പേര്, ഇടത് കൈ കൊണ്ടും ചെയ്യുന്നവൻ. അങ്ങനെയുള്ള സവ്യസാചി. കർണന് അത് സാധ്യമല്ല. കർണനും അർജുനനും തമ്മിലുള്ള വലിയൊരു വ്യത്യാസത്തിലേക്കാണ് ഇവിടെ സൂര്യൻ വിരൽ ചൂണ്ടുന്നത്. അതിനു വേണ്ടിയിട്ടാണ് സവ്യസാചി എന്ന് അർജുനന്റെ പേര് നിർദ്ദേശിച്ചത്. അതും ഈ ഒരൊറ്റ ശ്ലോകത്തിൽ തന്നെ 2 തവണ സവ്യസാചി എന്ന് പറയുകയും ചെയ്തു. ശൂരനായ സവ്യസാചി നിന്നോട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് തന്റെ സകല പരാക്രമങ്ങളെ സ്വാധീനമാക്കിക്കൊണ്ട് ആയുധവുമായി, ഗാണ്ഡീവവുമായി, വില്ലുമായി നിന്റെ മുന്നിൽ എത്തിച്ചേരുമെന്നറിഞ്ഞുള്ള അത് കണ്ടുകൊണ്ട് വേണം നീ ഈ പ്രകാരത്തിലുള്ള തീരുമാനമെടുക്കാൻ. ഈ കവചകുണ്ടലങ്ങൾ ഉണ്ടെങ്കിലോ അർജുനന് നിന്നെ ഒന്നും ചെയ്യാനാവില്ല. നതുത്വാമർജുന ശക്ത കുണ്ടലാഭ്യാം സമന്വിതം. ഈ കുണ്ടലങ്ങൾ ഉണ്ടെങ്കിൽ, അതേപോലെ തന്നെ കവചം ധരിച്ചിട്ടുണ്ടെങ്കിൽ, അർജുനൻ എത്ര വലിയ വില്ലാളിയാണെന്നിരിക്കലും, എത്ര വലിയ അഭ്യാസിയാണെന്നിരിക്കലും അർജുനന് നിന്നെ സംഹരിക്കാനാവില്ല, പരാജയപ്പെടുത്താനാവില്ല. അതുകൊണ്ട് നീ ഈ കാര്യം ശ്രദ്ധിക്കണം. ഇന്ദ്രൻ അർജുനന് സഹായിയായി പടക്കളത്തിൽ വന്നാൽ പോലും സ്വയമിന്ദ്ര സഖാഭവേത്. ഇന്ദ്രൻ അർജുനന് സഹായിയായി പടക്കളത്തിൽ വന്നാൽ പോലും, അവർ ഒരുമിച്ച് എതിരിട്ടാൽ പോലും നിന്നെ ഒന്നും ചെയ്യാനാവില്ല.